നമസ്കാരം. കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന ഫണ്ടുകൾ വകമാറ്റി ചിലവഴിക്കുന്നതിൽ സംസ്ഥാനം വീണ്ടും കെടുകാര്യസ്ഥതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പുതിയ വാർത്താവിശേഷം. കേരള പോലീസ് സേനയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ടുകൾ പോലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ വകമാറ്റി ചിലവഴിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിവരം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ മാസം 25 കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് തന്നെ സംസ്ഥാനത്തിലെത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. കേന്ദ്ര ഫണ്ടുകൾ കൃത്യമായ രീതിയിൽ ചിലവഴിക്കാതെ വകമാറ്റി ചിലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നയമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കേരള പോലീസിന് വേണ്ടി അനുവദിച്ചിരുന്ന ഫണ്ട് കൃത്യമായ രീതിയിൽ സേനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ അത് നവകേരള സദസ്സിനു വേണ്ടിയോ അല്ലെങ്കിൽ കേരളീയം പോലുള്ള പരിപാടികൾക്ക് വേണ്ടിയോ സംസ്ഥാനം വകമാറ്റി ചിലവഴിച്ചു എന്ന് തന്നെയുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുക്കുന്ന പദ്ധതി വിഹിതങ്ങളെല്ലാം കൃത്യമായി അതാത് പദ്ധതികൾക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കൃത്യമായ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ കേന്ദ്രത്തിൽ എത്തിയാൽ മാത്രമാണ് തുടർന്നുള്ള ഗഡുക്കൾ വീണ്ടും പദ്ധതികൾക്ക് വേണ്ടി അനുവദിക്കപ്പെടുക. ഇങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട 816 കോടി രൂപയും വകമാറ്റി ചിലവഴിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി അനുവദിച്ച പദ്ധതി വിഹിതത്തിൽ നിന്നും കാർ വാങ്ങുന്നതിന് വേണ്ടി, അതായത് പുതിയ ഇന്നോവ ക്രിസ്റ്റ ടൊയോട്ടയുടെ കാർ മേടിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 45 ലക്ഷത്തിലധികം രൂപയാണ് വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നത്. കൂടാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതിനും ഈ ഫണ്ടിൽ നിന്നും വകമാറ്റി ചിലവഴിച്ചു എന്നുള്ള അതീവ ഗുരുതരമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഫലത്തിൽ പിണറായി വിജയൻ സർക്കാർ കേന്ദ്രത്തിൽ നിന്നും അനുവദിക്കപ്പെടുന്ന പദ്ധതി വിഹിതങ്ങളെല്ലാം വകമാറ്റി ചിലവഴിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. 2017, 2018, 2021, 2022 കാലഘട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിലും ഇത് കൃത്യമായ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, പട്ടിക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഫീസിൽ നിന്ന് വരെ പദ്ധതി വിഹിതത്തിന് അനുവദിച്ച് കിട്ടിയ കൃത്യമായ ഫണ്ടുകൾ വകമാറ്റി ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതും കണ്ടെത്തിയിരിക്കുന്നു. അതായത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ മൊത്തത്തിൽ വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഏത് തരത്തിലൊക്കെയാണ് ഈ പണം ചിലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ധനവിനിയോഗ ബിൽ ഒരു കാരണവശാലും അവിടെ കൊടുത്തിട്ടില്ല. സംസ്ഥാനം ഏത് തരത്തിലാണ് കേന്ദ്രം അനുവദിച്ച ഫണ്ടുകളുടെ ധനവിനിയോഗം നടത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കേന്ദ്രത്തിന് കൃത്യമായി ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഗുരുതര കുറ്റകൃത്യമായി തന്നെ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടി ഈ മാസം 25 ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പും ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുമെല്ലാം നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും കേന്ദ്ര പദ്ധതി വിഹിതങ്ങളെല്ലാം പിണറായി വിജയൻ സർക്കാർ വകമാറ്റി ചിലവഴിക്കുന്നു, കേന്ദ്രത്തിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, എന്നിട്ട് കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ച് കിട്ടുന്നില്ല എന്നുള്ള പരാതികളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അവരുടെ ഓണറേറിയം സംബന്ധിച്ചുള്ള തർക്ക വിഷയത്തിൽ കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ച് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ജനങ്ങളെ പറഞ്ഞു ഫലിപ്പിക്കുന്നത്, പാവപ്പെട്ട ആശാ വർക്കർമാരെ പറഞ്ഞു ഫലിപ്പിക്കുന്നത്. എന്നാൽ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി JP നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രം കേരളത്തിന് അനുവദിക്കേണ്ട NHMന് അനുവദിക്കേണ്ട എല്ലാ തുകയും ഒരു പൈസ പോലും കുടിശ്ശികയില്ലാതെ അനുവദിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. നാളിതുവരെയായിട്ടും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തുക കുടിശ്ശികയുണ്ടെങ്കിൽ അതും അനുവദിക്കാമെന്ന് കേന്ദ്രം പറയുമ്പോൾ ഇപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് കിട്ടാത്തതിന്റെ പേരിലാണ് ആശാ വർക്കർമാരുടെ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തത് എന്ന് പിണറായി വിജയൻ സർക്കാർ എടുത്തെടുത്ത് പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും കേരള പോലീസ് സേനയ്ക്ക് കിട്ടിയ തുക പോലും വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സാമ്പത്തിക കാര്യ ധനവിനിയോഗത്തിൽ ഒരു കാരണവശാലും സർക്കാരിന് സുതാര്യതയില്ല, കെടുകാര്യസ്ഥതയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി 25 കേരളത്തിൽ പരിശോധനയ്ക്ക് വരുമ്പോൾ കൃത്യമായ ഓഡിറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാർ വീണ്ടും പ്രതിസന്ധിയിലാഴും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമ്പത്തിക കാര്യ വിദഗ്ധർ പറയുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം, കാത്തിരിക്കാം.